മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. ഒരു സഭാ സമൂഹത്തിലെയോ സമുദായത്തിലെയോ ആഭ്യന്തരവും ആത്മീയവുമായ കാര്യങ്ങളിൽ അതിന് പുറത്തു നിൽക്കുന്നവരോ പൊതുസമൂഹമോ നിലപാടെടുക്കേണ്ട കാര്യമില്ല. സഭയുടെ അല്ലെങ്കിൽ സമുദായത്തിന്റെ ആഭ്യന്തര സംവിധാനങ്ങൾ വഴിയാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിനുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടന എല്ലാ മത സമുദായ സംഘടനകൾക്കും ഉറപ്പു നൽകുന്നുമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ പൊതുസമൂഹവും മാധ്യമങ്ങളും കണ്ടു നിൽക്കുന്ന വ്യക്തികളുമൊക്കെ അഭിപ്രായം പറയേണ്ടി വരുന്നതും ശരിതെറ്റുകളെ കുറിച്ചും നീതിയെപ്പറ്റിയുമൊക്കെ വ്യത്യസ്തങ്ങളും വൈരുദ്ധ്യം നിറഞ്ഞതുമായ നിലപാടുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്നതും എന്തുകൊണ്ടാണ്? സഭയിലെയോ സമുദായത്തിലെയോ ഒരു വിഷയത്തെ അതിന്റെ സ്വഭാവം ആത്മീയമോ ആഭ്യന്തരമോ ആണെങ്കിൽ പോലും അതിൽ നിയമപരവും ധാർമ്മികവും സമൂഹത്തിന്റെ പൊതുനന്മയെയും സുസ്ഥിതിയെയും ഹനിക്കുന്നതുമായ ചിലതുണ്ട് എന്ന ധാരണ പരത്തി സമൂഹത്തിന്റെ പൊതുശ്രദ്ധയിലേക്ക് വലിച്ചിഴയ്ക്കുകയും നിയമവിരുദ്ധവും അധാർമികവുമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന ധാരണ പരത്തുകയും അതിന്റെ വെളിച്ചത്തിൽ മാധ്യമ വാർത്തകളും സംവാദങ്ങളും അപവാദ കഥകളും പ്രചരിപ്പിച്ച് സമൂഹത്തെ ആകെ ധാർമ്മിക രോഷം കൊള്ളിക്കുകയും ചെയ്യുന്ന സാഹചര്യം അതേ സഭയുടെയോ സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ ഉയർന്നു വരികയും ചെയ്യുമ്പോൾ പ്രശ്നം എന്തുതന്നെയായാലും വിഷയം സമൂഹത്തിൽ ചർച്ചയാകും. സഭയ്ക്കുള്ളിലെയും പൊതുസമൂഹത്തിലെയും ഒന്നോ അതിലധികമോ വിഭാഗങ്ങൾ ഇത്തരം ചർച്ചകളിൽ മേൽക്കൈ നേടാൻ ശ്രമിക്കുക കൂടി ചെയ്യുമ്പോൾ ആ സഭയുടെയും സമുദായത്തിന്റെയും ആന്തരികമായ കെട്ടുറപ്പും ആത്മീയ സമാധാനവും സ്വസ്ഥതയും തകരാറിലാകുക തന്നെ ചെയ്യും. ഇതിന്റെയൊക്കെ ഫലമായി സമൂഹത്തിൽ ആ സഭയെയും സമുദായത്തെയും കുറിച്ചുള്ള പൊതുബോധത്തിന് കാര്യമായ മാറ്റം സംഭവിക്കും. ക്രമേണ ആ സമുദായത്തിന് നെല്ലുപ്പതിരും വെളിപ്പെട്ടു വരും. പൊതുസമൂഹം അത് ചർച്ച ചെയ്യുകയും ചെയ്യും. ഇത്രയുമൊക്കെ ആയിട്ടും ആ സഭാ സമൂഹത്തിനോ സമുദായത്തിനോ ഉചിതമായ വിധത്തിൽ അതിന്റെ ആഭ്യന്തര വിഷയങ്ങൾ പരിഹരിക്കാനും കൃത്യമായ നിലപാട് വ്യക്തമാക്കി ആ സമുദായത്തിന്റെ സമഗ്രത വീണ്ടെടുക്കാനും കഴിയാതെ വരികയും ചെയ്താൽ അത് ആ സഭയുടെ ആർജവുമില്ലായ്മയും ആഭ്യന്തരമായ അപജയത്തെയുമാണ് വ്യക്തമാക്കുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ അവധാനപൂർവ്വവും ദീർഘവീക്ഷണത്തോടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സമുദായത്തെ നയിക്കാനുമുള്ള കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് സമുദായത്തിന്റെ നേതൃസ്ഥാനങ്ങളിലുള്ളവർക്ക് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നിറവേറ്റാനും കഴിയാത്തവരാണ് നേതൃസ്ഥാനങ്ങളിൽ ഉള്ളതെങ്കിൽ അത് തന്നെയാണ് അപരിഹാര്യമായ അടിയന്തര വിഷയം എന്ന് പറയാതെ വയ്യ. ഇത്തരം വിഷമഘട്ടങ്ങളിലാണ് വിഭാഗീയത വളർന്നു വരുന്നതും കക്ഷി വഴക്കുകളും കോടതി വ്യവഹാരങ്ങളും ആഭ്യന്തര ശൈഥില്യവും വർദ്ധിച്ചു വരുന്നതും സമുദായം തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നതും. സ്വാഭാവികമായും സമൂഹത്തിൽ ആ സമുദായം പിന്നോക്കം പോകും എന്നതും വ്യക്തമാണ്. ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭാ സമൂഹങ്ങളെ ഏറ്റവും ബലഹീനമാക്കുന്നതും പിന്നോട്ടടിക്കുന്നതും ഇതുപോലെയുള്ള ആന്തരിക വിഭാഗീയ പ്രവണതകളും അതിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉതപ്പുമാണ്. ക്രൈസ്തവ സമുദായത്തിന്റെ ഈ അപജയത്തിൽ സമൂഹം മൂക്കത്ത് വിരൽ വെക്കുകയാണ്. പഞ്ചായത്ത് മീറ്റിംഗിൽ വന്ന് സ്വന്തം കുടുംബാംഗങ്ങൾക്കെതിരെ പോലും പ്രസംഗിക്കുന്നത് പോലെ പലരും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പരസ്പരം ചെളിതേക്കി ആത്മസംതൃപ്തി അടയുകയാണ്. ഇതിന്റെയൊക്കെ അനന്തരഫലമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളിലും സ്വത്തുവകകളിലും ഒക്കെ കൈവെക്കാനും കരുത്തു കാട്ടാനും തയ്യാറായി ഇന്ന് മറ്റു പലരും രംഗത്ത് വരുന്നത്. തിരിച്ചറിവിന്റെ സുബോധവും വീട്ടിലേക്കുള്ള വഴിയും നഷ്ടമായാൽ സമുദായത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് എല്ലാവരും ഓർക്കേണ്ടത് നല്ലതായിരിക്കും.